അപ്പോൾ നമ്മൾ ജ്യൂസ് സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ വന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. ഞാൻ ഒരുപാട് റീൽസിൽ ഫോർട്ട് കൊച്ചി കണ്ടിട്ടുണ്ട്. അന്നേ ഞാൻ തീരുമാനം എടുത്തതാണ് ഇവിടെ വരണം എന്നുള്ളത്. ഇപ്പോഴും ഫോർട്ട് കൊച്ചിയുടെ ആ പഴമ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. അങ്ങനെ ബിലാലിക്കയുടെ വീടും എനിക്ക് കാണാൻ പറ്റി. പിന്നെ അവിടെ ഒരുപാട് എസ്തെറ്റിക് ആയിട്ടുള്ള കഫേസ് ഉണ്ട്. അവിടെയുള്ള ഓരോ കഫേസും നമ്മളെ ആകർഷിക്കുന്ന തരത്തിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓൾറെഡി യാസി ഇവിടുത്തെ ഒരു കഫേ ചൂസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാശി ദ ആർട്ട് കഫേയിലുള്ള ചോക്ലേറ്റ് കേക്ക് വളരെ നല്ലതാണെന്ന് യാസി എവിടെയോ കേട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളെ വെൽക്കം ചെയ്തത് ഈ പൂച്ചക്കുട്ടനാണ്. ഇവനാണ് ഈ കഫേയിൽ ആൾക്കാരെ ആകർഷിക്കാനുള്ള ഡ്യൂട്ടി. ആരെയാണെങ്കിലും അവൻ ഇതുപോലെ കൊഞ്ചിക്കൊഴിഞ്ഞ് വശത്താക്കിക്കോളും. ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആർട്ട് കഫേ ആണ്. ഇവിടുത്തെ ഇന്റീരിയർ ഒക്കെ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്താണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെന്ന് കയറും തന്നെ ഒരു ഓർഗാനിക് ഫീല് നമുക്ക് കിട്ടും. ഈ കേക്കാണ് ഞങ്ങളെ ഇവിടെ എത്തിക്കാനുണ്ടായ കാരണം. ചോക്ലേറ്റ് വളരെ ഇഷ്ടമുള്ളവർക്ക് ഈ കേക്കും ഇഷ്ടപ്പെടും. എനിക്ക് പൊതുവേ ചോക്ലേറ്റ് നല്ല ഇഷ്ടമാണ്. എനിക്ക് എത്ര തിന്നാലും മതിയാവില്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കേക്ക് മുഴുവൻ ഞാനാണ് കഴിച്ചത്. കേക്കൊക്കെ കഴിച്ചിട്ട് ഒരാളടുത്ത് ബായ് പറയാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് പോയി. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ശരി, ബായ്.